ഹലോ. നമ്മളിന്ന് ഈവനിങ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു കോഴിക്കോട്ട ഉണ്ടാക്കി കഴിക്കാൻ വലിയ ആഗ്രഹം. നമ്മൾ കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. കാരണം നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്നൊരു വീട് നമ്മളൊരു എയർബിഎൻബി ഒരു ടെമ്പററി അക്കോമഡേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പാത്രങ്ങളൊന്നും പുറത്തെടുക്കാണ്ട് എല്ലാം ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം ഇഡ്ഡലി ചെമ്പോ അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൽ കുറവായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അതെല്ലാം പുറത്തെടുത്തപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോ പലഹാരങ്ങളായിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കഴിക്കാനും തോന്നും. അപ്പോൾ എന്തായാലും കുറച്ച് മാവൊക്കെ നമ്മൾ ചൂടുവെള്ളവും ഉപ്പും ഒഴിച്ച് കുഴച്ചെടുത്തു. ഇനി നമുക്കതിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അല്പം തേങ്ങയും അതിനകത്ത് ഒരു ലേശം ഏലക്ക പൊടിച്ചതും അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ഞാനിവിടെ ശർക്കര ഉപയോഗിക്കുന്നത്. അപ്പോൾ ശർക്കര ഇല്ലാതിരുന്നിട്ട് ഞങ്ങളിപ്പോൾ വൈകുന്നേരം പോയി കടയിൽ പോയി മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അതിനടുത്ത് മലയാളി കടയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് ഈ ശർക്കര മേടിച്ചത്. അപ്പോൾ ഈ ഇന്ത്യൻ സ്റ്റോറിൽ പഞ്ചാബി ശർക്കര എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ ശർക്കര കുറച്ചുകൂടി ഒരു കറുത്തയൊക്കെ ഒരു കളറല്ലേ, ഇതൊരുമാതിരി ഒരു ഓറഞ്ച് കളർ, ക്യാരറ്റിൻ്റെ ഒരു കളറ് ശർക്കരയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തായാലും അത് മേടിച്ചിട്ട് വന്നു. വേറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ ഓപ്ഷൻസ് ഒന്നും. അപ്പോൾ എന്തായാലും ഞാൻ അതിനൊന്നൊരു 2 ചെറിയ കഷ്ണം ശർക്കര എടുത്തു. അതൊന്ന് അതിനകത്ത് ചിരവി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ അകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ്ങിൻ്റെ കാര്യം ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം മാവൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തിട്ട് അതിനകത്ത് അതൊന്ന് ഉരുട്ടി ഷേപ്പാക്കി അതിനകത്തേക്ക് ഈ ഫില്ലിങ് കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് ആവി കയറ്റി പുഴുങ്ങിയെടുത്താൽ നമ്മുടെ പലഹാരം റെഡിയാകും. പിന്നെ ഇതാകുമ്പോൾ എനിക്ക് നാളെ രാവിലത്തേക്ക് ഇനി വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട. കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാം, അവർക്കും ഇഷ്ടപ്പെടും. അവർക്ക് മധുരമൊക്കെ ആയതുകൊണ്ട് അവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഒത്തിരി എണ്ണയില്ലാത്തതുകൊണ്ട് ഒരു ഹെൽത്തി സ്നാക്കുമാണ്. അപ്പോൾ നമ്മുടെ കുഴയൊക്കെ ഏകദേശം പരുവായി. ഇനി അതൊന്ന് ഉരുട്ടി അതിനകത്തേക്ക് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി അതിനകത്തേക്ക് ഞാൻ അല്പം തേങ്ങ വെച്ച് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട റെഡിയാണ്. താങ്ക് യു.